ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് മെയിനായിട്ട് നമ്മുടെ കോളിയസ് പ്ലാന്റ്സ് എങ്ങനെയാണ് നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്നതെന്ന്. ഈ കോളിയസ് പ്ലാന്റ് നമ്മൾ ബുഷിയാക്കി നിർത്തിയാൽ മാത്രമേ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് എടുത്ത് അറിയത്തുള്ളൂ, അല്ലെങ്കിൽ അത്ര ഭംഗിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള കോളിയസ് പ്ലാന്റ്സ് നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. വളരെ ഈസി മെത്തേഡ്സാണ്. ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്താൽ മതി. എല്ലാവരുടെയും വീട്ടിൽ ഇപ്പോൾ ഈ കോളിയസ് പ്ലാന്റ്സ് ധാരാളം പല വെറൈറ്റീസ് ഉണ്ട്. 16 വെറൈറ്റീസൊക്കെ ഓരോ വീടുകളിലുണ്ട്. മെയിനായിട്ട് ഒരു 60 വെറൈറ്റിയിൽ കൂടുതൽ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഈ കോളിയസ് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അന്നേരം ഈ പ്ലാന്റ്സ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ലീഫാണ് വളരെ അട്രാക്റ്റീവ്. അതിൻ്റെ ലീഫിൻ്റെ കളർ, അതായത് പല ഡിഫറെൻറ്റ് കളേഴ്സിൽ റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള കോളിയസ് പ്ലാന്റ്സ് ഉണ്ട്. ഈ കോളിയസ് പ്ലാന്റ്സ് നമ്മൾ നടുമ്പോൾ അത് വെക്കേണ്ടത് ഒരു പാർട്ട്ലി ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് വെക്കുക. ഒരിക്കലും നമ്മൾ കൊണ്ട് ഫുൾ സണ്ണിൽ വെക്കരുത്. കാരണം അത് പെട്ടെന്ന് തന്നെ ഒരു മിൻറ്റ് ലീഫിൻ്റെയൊക്കെ ഫാമിലിയിൽ പെട്ടതാണ് ഈ കോളിയസ് പ്ലാന്റ്. പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ അതിന് പ്രകാശം, നല്ലതുപോലെ സൺലൈറ്റ് വേണം. ആ സൺലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ ലീഫിൻ്റെ കളേഴ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് സൺലൈറ്റ് വേണം, പക്ഷേ എന്നാൽ കുറച്ച് ഷെയ്ഡഡ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഈ കോളിയസ് പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട്. ഇത് വളരെ ടെൻഡർ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്, അതായത് വളരെ ലോലമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് വളരെ സൂക്ഷ്മമായിട്ട്, വളരെ കെയർഫുള്ളി നമ്മളിത് നോക്കണം. ഇതിൻ്റെ വാട്ടറിങ് എന്ന് പറഞ്ഞാൽ അത് നല്ലതുപോലെ നമ്മൾ വാട്ടറിങ് കൊടുക്കണം. അതാണ് ഈ പ്ലാന്റ്സിന് ഇഷ്ടം. ഈ ഒരു പ്ലാന്റ് ഇതൊരു വേറൊരു വെറൈറ്റിയാണ് കോളിയസിൻ്റെ. ഇതൊരു റെഡാണ്. അങ്ങനെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട്. അന്നേരം ഇത് നമ്മൾ പുഷിയായിട്ട് നമ്മൾ വളർത്താനും അതുപോലെ തന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും എല്ലാം ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്. വാട്ടറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടറിങ് നല്ലപോലെ കൊടുക്കണം. ഇല്ലെങ്കിൽ വൈകിട്ടാകുമ്പോഴത്തേക്കും സൺലൈറ്റിലൊക്കെ ഒരുപാട് സൂര്യപ്രകാശം തട്ടി അത് വാടി അങ്ങ് താഴെ വീഴും. അതുകൊണ്ട് തന്നെ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള സോയിലാണ് ഈ ഒരു കോളിയസ് പ്ലാന്റ്സിന് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. അതായത് അതിൻ്റെ സോയിൽ ടൈപ്പ് എന്ന് പറഞ്ഞാലും നല്ല റിച്ച് മോയിസ്റ്റ് ആയിട്ടുള്ള സോയിലാണ്. അതുപോലെ ലൂസായിട്ടുള്ളൊരു സോയിൽ വേണം ഈ പ്ലാന്റിന് കൊടുക്കേണ്ടത്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഈ ഒരു കോളിയസ് പ്ലാന്റിൻ്റെ സ്റ്റെമ്മും വളരെ ടെൻഡറാണ്. എന്നിട്ട് ഇതിൽ നിന്ന് പുതിയ ബ്രാഞ്ചസ് നിങ്ങൾക്ക് വരുത്തണമെങ്കിൽ ചെയ്യേണ്ടത്, ഈ ചെടി മുകളിലേക്ക് വളർന്നു വരുമ്പോൾ ഇതേപോലെ ഒരു ഭാഗത്ത് വെച്ച് കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ പുതിയ ബ്രാഞ്ചസ് വന്ന് അത് തന്നെ ബുഷിയായിട്ട് വരും. ഇനിയിപ്പം നമുക്ക് ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഇതിൻ്റെ ഒരു നോഡിൻ്റെ ഭാഗം വെച്ച് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ഇലകളൊക്കെ നമ്മൾ അടർത്തി മാറ്റുക. അതുപോലെ നമുക്ക് ബാക്കി ഉള്ള ലീവ്സും സ്റ്റെമ്മിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുന്ന ഭാഗത്ത് നിന്നാണ് പുതിയ പുതിയ ബ്രാഞ്ചസ് വരുന്നത്. അങ്ങനെ വന്ന് ഇത് നല്ലൊരു ബുഷിയായിട്ട് വരും. അതല്ലാതെ തന്നെ നമുക്കൊരു പുതിയ ചട്ടിയിലേക്ക് ഇത് മാറ്റി നടാം. നമ്മൾ കട്ട് ചെയ്യുന്ന സ്റ്റെംസ് പുതിയ ചട്ടിയിലേക്ക് നടുന്നത് ഞാൻ കാണിച്ചു തരാം. അന്നേരം ആ പുതിയ ചട്ടിയിൽ നമ്മൾ നടാൻ നേരം ഡിഫറെൻറ്റ് കളേഴ്സ് ഒരു പോട്ടിൽ ഒരു ചട്ടിയിൽ നടുകയാണെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിരിക്കും. കാരണം പല കളേഴ്സ് ഒരു ചട്ടിയിൽ നിൽക്കുമ്പോൾ ഒന്നുകൂടി നല്ല ഒരു രസമായിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട്. അന്നേരം ഞാനിപ്പം ഈ ഡിഫറെൻറ്റ് കളേഴ്സ് എല്ലാം കൂടെ ഒരു പോട്ടിലേക്ക് മാറ്റാൻ പോവുകയാണ്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ കുറച്ചൊന്ന് മുകളിൽ വെച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. എസ്പെഷ്യലി പ്ലാന്റ്സിൻ്റെ ലീഫ് വരുന്ന ഭാഗത്ത് ലീഫൊക്കെ നമ്മളെടുത്ത് മാറ്റണം, മുറിച്ച് കളയണം. എന്നിട്ട് വേണം നമ്മൾ നടാൻ വേണ്ടി. കുറച്ച് ലീഫ് മാറ്റി മുകളിൽ മാത്രം കുറച്ച് ലീഫ് നിർത്തിയാൽ മതിയാകും. ഈ കോളിയസ് പ്ലാന്റിന് വേറൊരു പ്രത്യേകത, ഇത് ഒട്ടും ഈ തണുത്ത സ്ഥലങ്ങളിലൊന്നും ഇതത്ര നല്ലതുപോലെ പിടിക്കത്തില്ല. ഇതിന് കുറച്ച് ഹ്യൂമിഡിറ്റിയൊക്കെ ഉള്ള ഒരു വെതറാണ് ഈ ഒരു പ്ലാന്റിന് ഇഷ്ടമായിട്ടുള്ളത്. ഇത് ഞാൻ നടാൻ പോകുന്നത് കാണിച്ചു തരാം. ആദ്യം നമ്മളൊരു റൂട്ടിംഗ് ഹോർമോണിൽ ഇത് നമ്മൾ കട്ട് ചെയ്ത തണ്ട്, നമ്മളിപ്പം കട്ട് ചെയ്തെടുത്ത ഈ തണ്ട് ഈ റൂട്ടിംഗ് ഹോർമോണിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുകയാണ്. ഇത് ഈ റൂട്ടിംഗ് ഹോർമോൺ നമ്മുടെ അഗ്രികൾച്ചറൽ സ്റ്റോഴ്സിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നമ്മൾ കട്ട് ചെയ്ത ഭാഗം നല്ലതുപോലെ ആ റൂട്ടിംഗ് ഹോർമോണിൽ ഡിപ്പ് ചെയ്ത് എടുക്കുക. അതിനുശേഷം ഇത് ഞാൻ
നമ്മുടെ പോട്ടിംഗ് സോയിലിലേക്ക് മുക്കി വെക്കുകയാണ്. നല്ല ലൂസായിട്ടുള്ളൊരു മണ്ണ് വേണം, അതിലേക്കാണ് നമ്മൾ നട്ടു വെക്കേണ്ടത്. ലൂസും അതുപോലെ തന്നെ നല്ല വെറ്റായിട്ടുള്ള മണ്ണാണ് ഇതിന് ഇഷ്ടം. എന്നാൽ മാത്രമേ അതിൻ്റെ വേര് പെട്ടെന്ന് കിളിച്ച് വരത്തുള്ളൂ. അന്നേരം ഇതിൻ്റെ നിങ്ങൾ ഓർക്കും ഇതിൻ്റെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ റൂട്ടിംഗ് ഹോർമോണിലേക്കൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം മണ്ണിലേക്ക് കുഴിച്ച് ഇതേപോലെ വെക്കുകയാണ്. വെക്കാൻ നേരം നമ്മുടെ പോട്ടിൽ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഈ കോളിയസ് പ്ലാന്റിൻ്റെ തണ്ടുകൾ വെക്കുകയാണെങ്കിൽ അത് വളർന്നു വരുമ്പോൾ കാണാൻ ഒത്തിരി നല്ല ഭംഗിയായിരിക്കും. അതുപോലെ ഈ നമ്മൾ മണ്ണ് ഇതിൻ്റെ പോട്ടിംഗ് സോയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു കുറച്ച് എല്ലുപൊടിയോ അല്ലെങ്കിൽ കുറച്ച് ചാണകപ്പൊടിയോ ഒക്കെ ഇട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സോയിൽ വേണം അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അന്നേരം ഇത് നല്ലതുപോലെ പെട്ടെന്ന് തന്നെ വളർന്നു വരികയും ചെയ്യും. അന്നേരം ഇപ്പം തന്നെ കണ്ടില്ലേ, ഒരു ഇപ്പം നമ്മൾ നട്ടപ്പോൾ തന്നെ അത് നല്ല ബുഷിയായിട്ടാണ് നിൽക്കുന്നത്. ഇനി ഇത് വളർന്നു വരുമ്പോൾ ഒത്തിരി ഭംഗിയായിരിക്കും ഇതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നത്. അന്നേരം ഈ കോളിയസ് പ്ലാന്റ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നല്ല ബുഷിയായിട്ട് വെക്കുക. എന്നാൽ മാത്രമേ അതിൻ്റെ ആ പല ഡിഫറെൻറ്റ് വെറൈറ്റി ആ കളേഴ്സൊക്കെ ഒരു അട്രാക്ഷനായിട്ട് തോന്നത്തുള്ളൂ. ഒരിക്കലും കോല് പോലെ അങ്ങ് കിളിച്ച് വിടരുത്. അതായത് ഒരു സ്റ്റെം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ പുതിയ തണ്ടുകൾ ഇങ്ങനെ മുകളിലേക്ക് വരുന്ന ഭാഗം കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പിഞ്ച് ഔട്ട് ചെയ്താലും മതി. ആ ഗ്രോയിങ് ടിപ്സിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പിഞ്ച് ഔട്ട് ചെയ്ത് കളയുക, ഒന്ന് നുള്ളിക്കളയുക. അന്നേരം അങ്ങനെ ചെയ്യുമ്പോൾ പുതിയ ലീവ്സൊക്കെ വരും. അത് നിങ്ങൾ സംശയമുണ്ടെങ്കിൽ ഇത് ഒരു 6 ഇഞ്ച് ഹൈറ്റ് വരുമ്പോൾ മാത്രമേ നമ്മൾ അതിൻ്റെ ആ പിഞ്ച് ചെയ്ത് കളയാൻ പാടുള്ളൂ. അതിൻ്റെ മുകളിലത്തെ ടിപ്പ് നമുക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു പ്ലാന്റ് ഒരു 6 ഇഞ്ച് ഹൈറ്റ് വന്നു കഴിയാൻ നേരം നമുക്കത് പിഞ്ച് ചെയ്ത് കളയാൻ പറ്റും. അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പിഞ്ച് ചെയ്ത് കളയാൻ നേരം കുറേ ബ്രാഞ്ചസ് വളരെ ഈസി ആയിട്ടത് കിളിച്ചു വരും. ഇത് ഒരു പ്രൊപ്പഗേഷൻ മെത്തേഡാണ്. അതുമാത്രമല്ല ഇത് നല്ല ബുഷിയായിട്ട് വളർത്തുന്ന ഒരു ടിപ്സ് കൂടിയാണിത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിട്ട് നമുക്ക് കിളിച്ചു വരും. അതുപോലെ തന്നെ ഇതിൻ്റെ വേരുകളൊക്കെ വരാൻ ഒരു 2 to 3 വീക്സോളം ടൈം എടുക്കും. ആ സമയത്ത് നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. എന്നാൽ മാത്രമേ അതിൻ്റെ റൂട്ട് നല്ലതുപോലെ ഡെവലപ്പായിട്ട് വരത്തുള്ളൂ. അതുപോലെ തന്നെ ബ്രൈറ്റ് വാം ലൊക്കേഷനിൽ വേണം അത് നമ്മൾ വെക്കാൻ. നല്ല ബ്രൈറ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു ലൊക്കേഷൻ നോക്കി വെക്കുക. അതേസമയം ഒരുപാടങ്ങ് സൂര്യൻ അടിക്കാൻ പാടില്ല. കുറച്ച് ഷെയ്ഡും ആയിട്ടുള്ള ഏരിയയിൽ നോക്കി നമ്മളിത് വെക്കുക. വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ ലീവ്സിൻ്റെയൊക്കെ കളറ് കാണാൻ ഒത്തിരി നല്ല രസമാണ്. അത് കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഈ കോളിയസ് പ്ലാന്റ്. ഇത് നമുക്ക് ഇൻഡോറിൽ വിൻ്റർ സീസണിൽ നമുക്ക് വേണമെങ്കിൽ ഇൻഡോറിലും വെക്കാൻ പറ്റും. അത് കറക്റ്റ് നല്ലൊരു മോർണിംഗ് ലൈറ്റ് കിട്ടുന്ന ലൊക്കേഷൻ നോക്കി നമുക്ക് ഇൻഡോറിലും ഈ ഒരു കോളിയസ് പ്ലാന്റ്സ് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത ഫെർട്ടിലൈസർ എല്ലാ 2 ആഴ്ചയിലൊരിക്കലും ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ബൈ. See you next video.